ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കറി നാരങ്ങയാണ് നമ്മളിവിടെ ഇന്ന് അച്ചാറിടാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ കറി നാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതധികം വലിപ്പമല്ല കേട്ടോ. ഈ കറി നാരങ്ങയ്ക്ക് ചെറിയ സൈസ് കറി നാരങ്ങയാണ്. ഇത് തമിഴ്നാട്ടിലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ മരത്തിലുണ്ടായതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പറിച്ചെടുത്തതാണ്. ഇതിന് വടകപ്പുളി നാരങ്ങയെന്നും ചില നാട്ടിലൊക്കെ പറയാറുണ്ട്. ഞങ്ങളിതിനെ കറി നാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനി ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞ് എടുക്കാം. അപ്പം ഞാൻ ഒരെണ്ണം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ പുറം തൊടന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ടോട്ടൽ 6 നാരങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 6 നാരങ്ങ. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 1-2 മതിയാക്കും. ഞാനിവിടെ 6 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നാരങ്ങയൊക്കെ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് വരവി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിതിൽ 1/2 ടീസ്പൂൺ, വളരെ കുറച്ച് മാത്രം നാരങ്ങയുള്ളൂ, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് വരവിയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട ശേഷം ഇത് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അച്ചാറാക്കാനായിട്ട് എടുക്കാം. ഇനി ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു 15 വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ കടുകും ഉലുവയും കൂടി 1.5 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് ഇത്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. കാരണം ഈ നാരങ്ങയ്ക്ക് കയ്പ്പ് കാണും. അപ്പോൾ ആ കയ്പ്പ് ഒന്ന് മാറിക്കിട്ടാനാണ് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തതാണ്. ഇത് ഒരു 15 എണ്ണം ഞാൻ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വിനാഗിരി, ഒരു 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നമ്മുടെ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ പറഞ്ഞുതരാൻ മറന്നുപോയി. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾ എടുക്കുന്നത് മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതിയാകും. അത് നിങ്ങളെടുക്കുന്ന നാരങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും. എൻ്റെ ഇപ്പോൾ കുറച്ച് നാരങ്ങയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരണം. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇപ്പം നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കണേ. കരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നിറം മാറി മൂത്ത് വന്നാൽ മതിയേ. അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്, കാരണം നമ്മളിനി അടുത്ത് പൊടികൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലെയിം കൂടിയിരുന്ന് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ കറിവേപ്പില ഒന്ന് പൊട്ടി വന്ന ഉടനെ തന്നെ നമുക്കിതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാൻ പാടില്ല.
ചേർത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിഞ്ഞു വെച്ച നാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മൺചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം പൊടികളിടാൻ. പൊടി ഇട്ടുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഉടനെ തന്നെ നാരങ്ങ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടുകൊണ്ട് പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ഇത് അല്പസമയം നമുക്കൊന്ന് ഈ നാരങ്ങ ഇട്ട് ഇളക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാരങ്ങ തോടോടെയും ചെയ്യാം കേട്ടോ. തോടോടെ ആദ്യം നന്നായിട്ട് നാരങ്ങ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ചെടുത്തിട്ട് അത് ആവി കയറ്റി ഒന്ന് പുഴുങ്ങണം. നാരങ്ങ പുഴുങ്ങിയ ശേഷം അത് വീണ്ടും അതിൻ്റെ പുറം ഒന്ന് തുടച്ചിട്ട് തോടോടെ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അച്ചാറിന് എടുക്കാവുന്നതാണ്. ഞാനിവിടെ തോടെടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ നാരങ്ങ ആവി കയറ്റി എടുക്കുവാണെങ്കിൽ ഒരുപാട് സമയം ഇതിലിട്ട് ഇങ്ങനെ വാട്ടേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഈ മുളക് പൊടിയിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈന്തപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈന്തപ്പഴം ഞാൻ കുരു കളഞ്ഞിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ്. ഈന്തപ്പഴം ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഈന്തപ്പഴവും നാരങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരുന്ന കടുകും ഉലുവയും കൂടെ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ട് ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പോരാ. കാരണം നമ്മൾ ഇപ്പം മസാലയും ഈന്തപ്പഴമൊക്കെ എടുത്തു. അപ്പോൾ അതിലത്തേക്കുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൽ ആവശ്യമുള്ള കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കായപ്പൊടി സ്കിപ്പ് ചെയ്യൽ അച്ചാറിൻ്റെ മെയിൻ സാധനമാണ് കായപ്പൊടി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കായപ്പൊടി ആഡ് ചെയ്ത ശേഷം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കായപ്പൊടിയൊക്കെ ഇതിൽ നല്ലപോലെ മിക്സായിട്ട് നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതിപ്പോൾ ഒരു കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്, ഒട്ടും തന്നെ ചാറില്ല. അപ്പം നിങ്ങൾ എണ്ണ എടുക്കുമ്പോൾ എണ്ണ ഇച്ചിരി കൂടുതൽ എടുത്താലും മതി. ഞാനിവിടെ എണ്ണ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതിലോട്ട് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അച്ചാർ കൂടുതൽ ഇരിക്കുകയും ചെയ്യും, നമുക്കിതിൽ കുറച്ച് ചാറ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിതിലോട്ട് വിനാഗിരി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ആഡ് ചെയ്ത ശേഷം നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കറിനാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇതിനി ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഒരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ ഇതൊന്ന് തണുത്തോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറൊക്കെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു ചില്ല് ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് പെട്ടെന്ന് കേടാവത്തൊന്നുമില്ല, ഒരുപാട് നാളിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്, ഒട്ടും തന്നെ കയ്പില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.